അല്ല, അത്തരം ആക്ഷേപങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഐക്യം വേണമെന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മാറ്റം കേരളത്തിലുണ്ടാകണം. അതിനുവേണ്ടി എല്ലാവരും പരമാവധി യോജിച്ചുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം. വിട്ടുവീഴ്ചകൾ പരസ്പരം ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ പക്ഷത്താണ് എന്റെ നിലനിൽപ്പ് കൃത്യമായിട്ട്. പിന്നെ ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ചിടത്തോളം ദീപ്തി മേരി വർഗീസിന് പ്രയാസമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ KSU പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ 1987 കാലഘട്ടത്തിൽ അന്ന് എറണാകുളത്ത് പോകുമ്പോൾ മഹാരാജാസ് കോളേജിലെ ഒരു കൊച്ചുകുട്ടി, മഹാരാജാസ് കോളേജിൽ നിന്ന് KSUവിന് കടന്നു കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അന്ന് KSUവിന്റെ കൊടിയുമായി വന്ന് ഏറ്റവും ശക്തമായിട്ട് നിന്ന് അന്നു മുതൽ ഇന്നുവരെ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രങ്ങളിൽ നിൽക്കുന്ന ഒരു സഹോദരി എന്ന നിലയിൽ അവരത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല, വിഷമമുണ്ടായിരുന്നു തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ പാർട്ടി ഒരു തീരുമാനം എടുത്തു. ഞാൻ വിചാരിക്കുന്നത് പാർട്ടിയുടെ തീരുമാനത്തെ അവർ അംഗീകരിക്കുന്നു. പാർട്ടി തീരുമാനം അന്തിമമാണ് എന്തായാലും. അതിനകത്ത് എന്തെങ്കിലും അപാകതകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് പാർട്ടി വേദികളിലാണ്. ആ പാർട്ടി വേദികളിൽ അത്തരം ചർച്ചകൾ ഉണ്ടാകും.